നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൺമുഖൻ, സീനിയർ ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് ITI മലമ്പുഴ. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ലോട്ടിംഗ് മെഷീൻ്റെ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അതുകൂടാതെ മെഷീനിങ് ടൈം കാൽക്കുലേഷൻ ഇതാണ് നോക്കുന്നത്. ആദ്യമായി കട്ടിംഗ് സ്പീഡ്. സാധാരണഗതിയിൽ കട്ടിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ കട്ടിംഗ് ടൂൾ ഒരു മിനിറ്റിൽ വർക്ക് പീസിലൂടെ അല്ലെങ്കിൽ ജോബിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. സ്ലോട്ടിംഗ് മെഷീനിൽ ഡൗൺവേർഡ് സ്ട്രോക്കിലാണ് ടൂള് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് സ്ട്രോക്കിൽ ടൂള് എത്ര ദൂരം ഒരു മിനിറ്റിൽ മൂവ് ചെയ്യുന്നു എന്നാണ് കട്ടിംഗ് സ്പീഡ് എന്നുകൊണ്ട് സ്ലോട്ടിംഗ് മെഷീനിൽ ഉദ്ദേശിക്കുന്നത്. അതായത് കട്ടിംഗ് സ്പീഡ് ഓഫ് എ കട്ടിംഗ് ടൂൾ ഈസ് ഡിഫൈൻഡ് ബൈ ദ റേറ്റ് അറ്റ് വിത്ത് വിച്ച് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ഡൗൺവേർഡ് സ്ട്രോക്ക് ഓർ കട്ടിംഗ് സ്ട്രോക്ക് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. ഒരു സ്ലോട്ടിംഗ് മെഷീനിൽ ഡൗൺവേർഡ് സ്ട്രോക്കിലാണ് ടൂള് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് സ്ട്രോക്കിൽ ടൂൾ സഞ്ചരിക്കുന്ന ദൂരത്തെ ആസ്പദമാക്കി ഒരു മിനിറ്റിൽ എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത് അതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ലോട്ടിംഗ് മെഷീനിൽ കട്ടിംഗ് സ്പീഡ് കണക്കാക്കുന്നത്. ഇൻ എ സ്ലോട്ടിംഗ്, കട്ടിംഗ് സ്പീഡ് ഈസ് കൺസിഡേർഡ് ഓൺലി ദ ഡൗൺവേർഡ് കട്ടിംഗ് സ്ട്രോക്ക്. ഈ സ്ലോട്ടിംഗ് മെഷീനിൽ ടൂള് റെസിപ്രോക്കറ്റിംഗ് മോഷനാണ്. അതിൽ ഡൗൺവേർഡ് സ്ട്രോക്ക് കട്ടിംഗ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്ക് ഐഡിയൽ സ്ട്രോക്കുമാണ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കട്ടിംഗ് സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ് ബൈ ദ കട്ടിംഗ് സ്ട്രോക്ക്. കട്ടിംഗ് സ്പീഡ് എന്നാൽ ലെങ്ത് ഓഫ് ദ കട്ടിംഗ് സ്ട്രോക്ക്, കട്ടിംഗ് സ്ട്രോക്കിൻ്റെ ലെങ്ത്തും, അതായത് വർക്ക് മെഷീൻ ചെയ്യുന്ന ദൂരവും, ഒരു കട്ടിംഗ് സ്ട്രോക്കിൽ വർക്ക് മെഷീൻ ചെയ്യുന്ന ദൂരവും അത് ഡിവൈഡഡ് ബൈ അതിന് ഒരു കട്ടിംഗ് സ്ട്രോക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്താണ് കട്ടിംഗ് സ്പീഡ് കണക്കാക്കുന്നത്. പ്രാക്ടിക്കലി കട്ടിംഗ് സ്പീഡ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ എക്സാക്ട്ലി ദ ടൈം ടേക്കൻ ഡ്യൂറിങ് ദ ഡൗൺവേർഡ് സ്ട്രോക്ക്. ഈ സ്ലോട്ടിംഗ് മെഷീനിൽ കട്ടിംഗ് അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ട്രോക്ക് കണക്കാക്കുന്നത് അത്ര എളുപ്പമല്ല. എന്താ വെച്ചാൽ കട്ടിംഗ് സ്പീഡ്, അതായത് ഡൗൺവേർഡ് സ്ട്രോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും, റിട്ടേൺ സ്ട്രോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇത്തിരി ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് കട്ടിംഗ് സ്ട്രോക്കിൻ്റെ സമയം കണക്കാക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് റേഷ്യോ ബിറ്റ്വീൻ ദ റിട്ടേൺ ടൈം ടു കട്ടിംഗ് ടൈം, സാധാരണഗതിയിൽ കണക്കാക്കുന്നത് റേഷ്യോ ബിറ്റ്വീൻ റിട്ടേൺ ടൈമിനും ഡിവൈഡഡ് ബൈ കട്ടിംഗ് ടൈമും തമ്മിലുള്ള അനുപാതം കണക്കാക്കിയിട്ടാണ് സാധാരണഗതിയിൽ സ്ലോട്ടിംഗ് മെഷീനിൽ കട്ടിംഗ് സ്പീഡ് കണക്കാക്കുന്നത്. അതായത് നമ്പർ ഓഫ് ഡബിൾ സ്ട്രോക്ക്, ഒരു മിനിറ്റിൽ എത്ര ഡബിൾ സ്ട്രോക്ക്, അതായത് എത്ര കട്ടിംഗ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും ഉണ്ടെന്നും, അല്ലെങ്കിൽ RPM ഓഫ് ദ ബുൾ ഗിയർ. സാധാരണഗതിയിൽ സ്ലോട്ടിംഗ് മെഷീൻ കറങ്ങുമ്പോൾ അതിൻ്റെ ബുൾ ഗിയറാണ്, സ്ലോട്ടിംഗ് മെഷീൻ മോട്ടോർ ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് ഗിയർ മെക്കാനിസം മുഖാന്തരം ബുൾ ഗിയർ കറങ്ങുന്നു. ബുൾ ഗിയർ ഘടിപ്പിച്ചിട്ടുള്ള സ്ലൈഡിംഗ് ബ്ലോക്ക്, റോക്ക് റാം തുടങ്ങിയ സഹായത്തോടുകൂടിയാണ് റാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര തവണ റാം കറങ്ങുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ്. ഇതിൽ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി L ഈസ് ദ ലെങ്ത് ഓഫ് ദ ക്യാപിറ്റൽ L ഈസ് ദ ലെങ്ത് ഓഫ് ദ കട്ടിംഗ് സ്ട്രോക്ക് ഇൻ മില്ലിമീറ്റർ, സ്മോൾ m ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ റിട്ടേൺ ടൈം ഡിവൈഡഡ് ബൈ കട്ടിംഗ് ടൈം, സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് ഡബിൾ സ്ട്രോക്സ് ഓഫ് ദ റാം പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഡബിൾ സ്ട്രോക്ക് റാം മൂവ് ചെയ്യുന്നു, അതായത് RPM അല്ലെങ്കിൽ RPM ഓഫ് ദ ബുൾ ഗിയർ. സ്മോൾ v ഈക്വൽ ടു കട്ടിംഗ് സ്പീഡ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. ടൈം ടേക്കൻ ബൈ ദ കട്ടിംഗ് സ്ട്രോക്ക് ഇൻ മിനിറ്റ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കട്ടിംഗ് സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. ദാറ്റ് ഈസ് capital L divided by 1000 into V. 1000 into V. L is the length of the cutting stroke. 1000 equal to mm മീറ്റർ ആക്കാനാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻറ്റു
V. M equal to, M is the ratio between return stroke time divided by cutting stroke time. M, അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഈക്വൽ ടു M ഇൻറ്റു കട്ടിംഗ് സ്ട്രോക്ക്. അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഈക്വൽ ടു M ഇൻറ്റു L ഡിവൈഡഡ് ബൈ 1000 V ആണ്. റിട്ടേൺ സ്ട്രോക്കിൻ്റെ ടൈം ഈക്വൽ ടു M ഇൻറ്റു L ബൈ 1000 V. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ഡബിൾ സ്ട്രോക്ക് ഈക്വൽ ടു, ഒരു ഡബിൾ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അതായത് ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഡബിൾ സ്ട്രോക്ക് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 1000 V പ്ലസ് M ഇൻറ്റു L ഡിവൈഡഡ് ബൈ 1000 V. ദാറ്റ് ഈസ് L bracket of 1 plus M divided by 1000 V. That is 1 plus M bracket of L. Then number of double stroke per minute. Number of double stroke per minute equal to, ഒരു മിനിറ്റിൽ എത്ര ഡബിൾ സ്ട്രോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ RPM ഓഫ് ദ ബുൾ വീൽ അല്ലെങ്കിൽ ബുൾ ഗിയർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ L bracket of 1 plus M divided by 1000 V. That is 1000 V divided by L bracket of 1 plus M. Then number of double stroke per minute or RPM of the bull wheel equal to 1000 V divided by L bracket of 1 plus M. അതായത് 1000 into cutting speed divided by length of the cutting stroke bracket into bracket of 1 plus return stroke divided by cutting stroke time. That is cutting speed V equal to N divided by L bracket of 1 plus M by 1000. That is meter per minute equal to N into L bracket of 1 plus M divided by 1000. That is N is number of RPM of the bull gear. N equal to RPM of bull gear into length of the cutting stroke, അല്ലെങ്കിൽ length of the cutting stroke bracket of 1 plus M. M is equal to return time divided by cutting time divided by 1000. അടുത്തതായി ഫീഡിൻ്റെ ആബ്രിവേഷൻ എസ് ആണ്. ഫീഡ് എന്നാൽ ഫീഡ് ഈസ് defines as the movement of the work per double stroke expressed in millimeter. That is മൂവ്മെൻറ്റ് ഓഫ് വർക്കിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ഡബിൾ സ്ട്രോക്കിൻ്റെ ഇടയിൽ വർക്കിൻ്റെ മൂവ്മെൻറ്റിനെ ആണ് ഫീഡ് എന്ന് പറയുന്നത്. ഒരു സ്ലോട്ടിംഗ് മെഷീനിൽ വർക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്ട്രോക്ക് കഴിഞ്ഞ്, അതായത് ഡൗൺവേർഡ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും കഴിഞ്ഞ് അടുത്ത കട്ടിംഗ് സ്ട്രോക്കിലേക്ക് ടൂൾ വരുമ്പോൾ വർക്ക് നീങ്ങിക്കൊടുക്കുന്ന ദൂരമാണ് ഫീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ്. ഫീഡ് ഈസ് ആൾവേസ് ഗിവൻ അറ്റ് ദ, ഫീഡ് എപ്പോഴും നമ്മൾ സ്ലോട്ടിംഗ് മെഷീനിൽ കൊടുക്കുന്നത് എൻഡ് ഓഫ് ദ റിട്ടേൺ സ്ട്രോക്കാണ്. റിട്ടേൺ സ്ട്രോക്കിൻ്റെ അവസാന ഭാഗത്താണ് ഫീഡ് കൊടുക്കുന്നത്. കട്ടിംഗ് സ്ട്രോക്ക് കഴിഞ്ഞ് റിട്ടേൺ സ്ട്രോക്കിൽ തിരിച്ചു പോകുമ്പോൾ റിട്ടേൺ സ്ട്രോക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തും ആണ് ഫീഡ് കൊടുക്കാറ്. പിന്നെ ഫീഡ് സെലക്ട് ചെയ്യുന്നത്, ഒരു വർക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര ഫീഡാണ് സെലക്ട് ചെയ്യേണ്ടത്, അത് താഴെ കൊടുത്തിരിക്കുന്ന ചില ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന്, കൈൻഡ് ഓഫ് മെറ്റൽ, ഏത് മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ പറയുമ്പോൾ ഹാർഡ് ഉണ്ട്, ടഫ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ അതുകൂടാതെ ഡിഫറെൻറ്റ് ഷേപ്പ്, ഇറഗുലർ ഷേപ്പ് അല്ലെങ്കിൽ ഹെവി സൈസ്. നമ്മൾ വർക്കിൽ ബെഞ്ചിൽ ഹോൾഡ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ വൈസ് അല്ലെങ്കിൽ ടേബിൾ ഡയറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്യുക തുടങ്ങിയ മെത്തേഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫീഡ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായി റിജിഡിറ്റി ഓഫ് ദ ജോബിൻ്റെ അല്ലെങ്കിൽ റിജിഡിറ്റി ഓഫ് ദ ജോബ് ആൻഡ് മിഷൻ. റിജിഡിറ്റി ഓഫ് ദ ജോബ് എന്ന് വെച്ചാൽ ഏത് മെത്തേഡിലാണ് വർക്ക് അല്ലെങ്കിൽ ജോബ് ടേബിളിൽ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഫീഡ് വ്യത്യാസമാകും. അതുകൂടാതെ
മെഷീൻ കണ്ടീഷൻ, റാം മൂവ് ചെയ്യുമ്പോൾ മെഷീൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ മെഷീൻ്റെ കാലപ്പഴക്കം തുടങ്ങിയവ കണക്കാക്കി വേണം നമ്മൾ ഫീഡ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, ഏത് ടൈപ്പ് ഓപ്പറേഷനാണ്, സ്ലോട്ട്, ഗിയർ കട്ടിങ്, സ്പ്ലൈന്, അല്ലെങ്കിൽ റൗണ്ട് സർക്കുലർ കട്ടിങ് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് കട്ടിങ്, ആ ഓപ്പറേഷൻസ് അടിസ്ഥാനപ്പെടുത്തിയും ഫീഡ് സെലക്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ ടൈപ്പ് ഓഫ് ഫിനിഷ്, ഏത് ടൈപ്പ് ഫിനിഷാണ് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഫിനിഷാണ് നമുക്ക് കിട്ടേണ്ടത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയും നമ്മൾ ഫീഡ് സെലക്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി ഡെപ്ത് ഓഫ് കട്ട്. ഡെപ്ത് ഓഫ് കട്ട് വെച്ചാൽ ഇറ്റ് ഈസ് എ തിക്നെസ് ഓഫ് മെറ്റൽ ദാറ്റ് ഈസ് റിമൂവ്ഡ് ഇൻ വൺ കട്ട്. ഒരു കട്ടിൽ എത്ര എത്ര മില്ലിമീറ്റർ മെറ്റീരിയലാണ് റിമൂവ് ചെയ്യുന്നത്, എത്ര തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് റിമൂവ് ചെയ്യുന്നത് ആണ് ഡെപ്ത് ഓഫ് കട്ട് എന്നത്. ഒരു കട്ടിംഗ് സ്റ്റോക്കിൽ എത്ര മില്ലിമീറ്റർ മെറ്റീരിയലാണ് റിമൂവ് ചെയ്യുന്നത്, അതിനെയാണ് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ മെഷീൻഡ് സർഫസ് ആൻഡ് അൺമെഷീൻഡ് സർഫസ്. ഇത് മെഷീൻഡ് സർഫസും അൺമെഷീൻഡ് സർഫസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഡെപ്ത് ഓഫ് കട്ട് കണക്കാക്കുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഇൻ എ സ്ലോട്ടിംഗ് വർക്ക് ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് is 200 mm. Number of double strokes per minute. Number of double stroke in a slotting work. In a slotting work, length of the stroke 200 mm. Number of double strokes per minute equal to 40. And the ratio of return time to cutting time is 2:3. Find the cutting speed. Formula equal to n divided by L bracket of 1 plus m divided by 1000. N is the 40. Number of double strokes per minute equal to 40. Length of the stroke is 200. M equal to 2 by 3. Then 40 into 200 into 5 by 3 or 2 into 2 by 3, that is cutting speed equal to 40 by 3 equal to 13.33 meter per minute ആണ്. അപ്പോൾ ഈ വർക്ക് മെഷീൻ ചെയ്യാൻ ലെങ്ത് ഓഫ് കട്ടിംഗ് സ്ട്രോക്ക് 200 അല്ലെങ്കിൽ ഏകദേശം 200 mm ലെങ്ത് ഉള്ള ഒരു വർക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് 13.33 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇത് നമ്മുടെ കട്ടിംഗ് സ്പീഡിൻ്റെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ ചാർട്ട് നോക്കി, സ്ലോട്ടിംഗ് മെഷീൻ ഘടിപ്പിച്ചുള്ള സ്പീഡ് ചാർട്ട് നോക്കി ഈ 13.3 മീറ്ററിന് അടുത്തുള്ള അല്ലെങ്കിൽ 13.3 മീറ്ററിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ 13.3 മീറ്ററുള്ള 13 മീറ്ററുള്ള ഏതെങ്കിലും ഒരു സ്പീഡ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വർക്ക് കട്ട് ചെയ്യാൻ. സെലക്ഷൻ ഓഫ് കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ടൂൾ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്, അതുകൂടാതെ മെഷീൻ കണ്ടീഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തുടങ്ങിയവ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. സെലക്ഷൻ ഓഫ് സ്പീഡും അതുപോലെ തന്നെയാണ് പ്രധാനമായി നോക്കേണ്ടത് മെറ്റീരിയലും ടൂൾ മെറ്റീരിയലുമാണ്. ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ആവറേജ് സെലക്ട് ചെയ്യേണ്ട ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഇത് മെറ്റീരിയൽ കാസ്റ്റ് അയൺ, ടൂൾ ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ 9 മീറ്റർ പെർ മിനിറ്റ് ആണ്, ഫീഡ് 1.5 mm. കാസ്റ്റ് ചെയ്യേണ്ട ഹൈ സ്പീഡ് സ്റ്റീൽ ആണെങ്കിൽ ടൂള് 18 മീറ്റർ പെർ മിനിറ്റ്, ഫീഡ് 2 mm. സിമെൻറ്റഡ് കാർബൈഡ് ടൂൾ ആണെങ്കിൽ കട്ടിംഗ് സ്പീഡ് 30 ഫീഡ് 0.125 മുതൽ 0.5 mm വരെ. മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ ഹൈ കാർബൺ സ്റ്റീലിൽ 12 മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യുമ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ ടൂൾ ഉപയോഗിച്ച് 12 മീറ്റർ പെർ മിനിറ്റ്, ഫീഡ് 1.25 mm. ഹൈ സ്പീഡ് ടൂൾ ആകുമ്പോൾ കട്ടിംഗ് സ്പീഡ് 24, ഫീഡ് 1.5 mm. പിന്നെ സിമെൻറ്റഡ് കാർബൈഡ് ആണെങ്കിൽ കട്ടിംഗ് സ്പീഡ് 45, ഫീഡ് 0.125 മുതൽ 0.5 വരെ. പിന്നെ സോഫ്റ്റ് മെറ്റീരിയലായ ബ്രാസ് ആണെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ ടൂൾ ഉപയോഗിച്ച് 30 മീറ്റർ പെർ മിനിറ്റും, ഫീഡ്
1 mm ആണ്. ഹൈ സ്പീഡ് സ്റ്റീൽ ആണെങ്കിൽ 48 1.25 mm ഫീഡ്. സിമെന്റഡ് കാർബൈഡ് ടൂൾ ആണെങ്കിൽ കട്ടിംഗ് സ്പീഡ് 60 ഫീഡ് 0.25 മുതൽ 0.35 mm വരെ മാത്രമേ ഫീഡ് കൊടുക്കാനുള്ളൂ. ഈ ഫീഡ് കുറയുന്നത് സിമെന്റഡ് കാർബൈഡ് ടൂൾ ബ്രിട്ടിലാണ്. പക്ഷേ എത്ര ഹാർഡ് മെറ്റീരിയലും വളരെ സ്പീഡായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ബ്രിട്ടിലായതുകൊണ്ടാണ് അതിൽ ഫീഡ് കുറയ്ക്കുന്നത്. 0.125 മുതൽ 0.5 അല്ലെങ്കിൽ 0.25 മുതൽ 0.35 വരെയാണ് സാധാരണയായി കട്ട് ചെയ്യുന്നത്, ഫീഡ് കൊടുക്കുന്നത്. മെഷീനിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക്, എത്ര റാമിൻ്റെ സ്ട്രോക്ക് ലെങ്ത്, അതായത് കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്ന ദൂരം. 2, വിഡ്ത്ത് ഓഫ് ദ ജോബിൻ്റെ വീതി. 3, ഫീഡ്, ഓരോ ഡബിൾ സ്ട്രോക്കിലും വർക്ക് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് ഫീഡ് എന്ന് പറയുന്നത്. 4, കട്ടിംഗ് സ്പീഡ്, റാം മൂവ് ചെയ്യുന്ന സ്പീഡ്. 5, റേഷ്യോ ബിറ്റ്വീൻ റിട്ടേൺ ടൈം ടു കട്ടിംഗ് ടൈം. മെഷീനിങ് ടൈം ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല ഗിവൻ ബൈ. ഇതിൻ്റെ ആബ്രിവേഷൻ ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക്, ക്യാപിറ്റൽ L ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക്. B ഈസ് ദ ബ്രിഡ്ത്ത് ഓഫ് ദ വർക്ക്, അതായത് വിഡ്ത്ത് ഓഫ് ദ വർക്ക്. S ഈക്വൽ ടു ഫീഡ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ പെർ ഡബിൾ സ്ട്രോക്ക്. ഡബിൾ സ്ട്രോക്കിൽ എത്ര മില്ലിമീറ്ററാണ് ഫീഡ് കൊടുക്കുന്നത്. M ഈക്വൽ ടു റേഷ്യോ ഓഫ് റിട്ടേൺ ടൈം ടു കട്ടിംഗ് ടൈം. V ഈക്വൽ ടു കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് ഡബിൾ സ്ട്രോക്ക് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 1000V പ്ലസ് M ഇൻറ്റു L ഡിവൈഡഡ് ബൈ 1000V. നമ്മളിത് നേരത്തെ നോക്കിയത് തന്നെയാണ്. ഒരു കട്ടിംഗ് ടൈമിന് L/1000V, റിട്ടേൺ ടൈമിന് M ഇൻറ്റു L/1000V ഈക്വൽ ടു L ബ്രാക്കറ്റ് ഓഫ് 1 + M ഡിവൈഡഡ് ബൈ 1000V. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഡബിൾ സ്ട്രോക്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ജോബ്. എത്ര ഡബിൾ സ്ട്രോക്ക് വേണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അത് കണക്കാക്കുന്നത് വിഡ്ത്ത് ഓഫ് ദ ജോബ് ഡിവൈഡഡ് ബൈ ഫീഡ്. വിഡ്ത്ത് ഓഫ് ദ ജോബ് ഡിവൈഡഡ് ബൈ ഫീഡ്. വിഡ്ത്ത് ഓഫ് ദ ജോബ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ S. ടോട്ടൽ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് എ കട്ട് ഈക്വൽ ടു L ഇൻറ്റു B ബ്രാക്കറ്റ് ഓഫ് 1 + M ഡിവൈഡഡ് ബൈ 1000V ഇൻറ്റു S. 1000V ഇൻറ്റു S. അപ്പോൾ മെഷീൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല L ഇൻറ്റു B ബ്രാക്കറ്റ് ഓഫ് 1 + M ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു V ഇൻറ്റു S. മെഷീനിങ് ടൈം കാൽക്കുലേഷൻ്റെ ഒരു പ്രോബ്ലം കാണാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ മേക്കിംഗ് എ കംപ്ലീറ്റ് കട്ട് ഓൺ എ പ്ലേറ്റ് ഓഫ് 600 × 900 mm if the cutting speed is equal to 9 meter per minute. For the return time to cutting time the ratio is 2:3. The feed is 3 mm per double stroke. Clearance at each end is 75 mm. അതായത് ഒരു വർക്കിൻ്റെ സൈസ് 600 × 900 mm ഒരു സ്ക്വയർ ബ്ലോക്കാണ്. ഇത് കട്ടിംഗ് സ്പീഡ് ഒരു പ്ലേറ്റാണ്. 600 × 900 mm ഒരു പ്ലേറ്റാണ്. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യാനാണ് പറയുന്നത്. കട്ടിംഗ് സ്പീഡ് സെലക്ട് ചെയ്യേണ്ടത് 9 meter per minute ആണ്. അതുകൂടാതെ റിട്ടേൺ ടൈം ടു കട്ടിംഗ് ടൈം റേഷ്യോ ഈസ് 2:3. ആൻഡ് വർക്ക് ഫീഡ് ചെയ്യുന്ന ഓരോ കട്ട് കഴിയുമ്പോഴും ഓരോ ഡബിൾ സ്ട്രോക്ക് കഴിയുമ്പോഴും വർക്ക് മൂവ് ചെയ്യുന്ന ദൂരം 3 mm ആണ്. ക്ലിയറൻസ് അറ്റ് ഈച്ച് എൻഡ്. നമ്മുടെ ടൂള് വർക്കിൻ്റെ ലെങ്ത്ത് 600 mm ആണെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് സെറ്റ് ചെയ്യേണ്ടത് 75 mm. ഈച്ച് എൻഡ് ഓരോ എൻഡിലും 75 mm ആഡ് ചെയ്യണം. അപ്പോൾ 600 മറ്റേ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ കട്ടിംഗ് സ്ട്രോക്ക് തുടങ്ങുന്നതിന് മുൻപ് 600 + 75, കട്ടിംഗ് സ്ട്രോക്ക് അവസാനിക്കുന്ന സമയത്ത് +75, അങ്ങനെ 750 mm ലെങ്ത് ഓഫ് സ്ട്രോക്ക് വേണം സെറ്റ് ചെയ്യാൻ. That is total length of stroke L equal to 600 is the work length plus 75. Clearance 75 ഫ്രണ്ടിലും ബാക്കിലും. കട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നും കട്ടിംഗ് കഴിഞ്ഞതിന് ശേഷവും. അങ്ങനെ 75 mm ലെങ്ത് ഓഫ് സ്ട്രോക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ബ്രിഡ്ത്ത് ഓഫ് ദ വർക്ക്, ദാറ്റ് ഈസ്
ബി ഈക്വൽ ടു 900 mm. നമ്മുടെ വർക്കിൻ്റെ സൈസ് 600 × 900 ആണ്. അപ്പോൾ വിഡ്ത്ത് 900 mm. കട്ടിംഗ് സ്പീഡ്, റാം മൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യേണ്ട വേഗത 1 മിനിറ്റിൽ 9 മീറ്റർ ആണ്. ഫീഡ് ഈക്വൽ ടു ഫീഡ് എസ് ഈക്വൽ ടു 3 mm per double stroke. Ratio of return time to cutting time m equal to 2/3. Total time taken to complete cut equal to L into B bracket of 1 plus m divided by 1000 VS, that is 750 into 900 into 1 plus 2/3 into 1000 into 9/3, that is 125/3 equal to 41.66 മിനിറ്റ്. ഏകദേശം 42 മിനിറ്റ് കൊണ്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുക. 41.66 മിനിറ്റ്, ദാറ്റ് ഈസ് 42 മിനിറ്റ് കൊണ്ടാണ് ഈ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, താങ്ക് യു.